ശരി, ശ്രീ മോഹനപിള്ള, ഹരി പറഞ്ഞ കാര്യങ്ങൾ ഇത് നടക്കുന്ന കാര്യമാണോ NSSൽ, അതോ അദ്ദേഹം തെറ്റിദ്ധരിപ്പിക്കുകയാണോ? മോഹനപിള്ള, നിങ്ങൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ഇതാണല്ലോ പ്രധാനമായിട്ടും. തീർച്ചയായിട്ടും GV ഹരി, ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹത്തിന് ഞാൻ ആ ഒരു സൈഡിൽ നിർത്താം. കാര്യം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരക്ഷരം, ഞാൻ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് പറയും ശ്രീ മോഹനപിള്ള. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ ഇല്ലയോ, അതാണ് മഞ്ജുഷ ചോദിച്ചത്. ഞാനിപ്പോ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞല്ലോ, ആ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് മാത്രം പറഞ്ഞാൽ മതി. സമുദായങ്ങൾ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ധനസഹായം കിട്ടുന്നുണ്ടോ, വർഷങ്ങളായി കിട്ടുന്നുണ്ടോ ഇല്ലയോ, ഉണ്ടോ? അത് ഒരു മിനിറ്റ്. തലവരിപ്പണം നേരത്തെ, ഇപ്പോൾ തലവരിപ്പണം മേടിച്ചാൽ വരത്തില്ല. കാര്യം കോളേജൊക്കെ അടച്ചുപൂട്ടുക ഹരി. പിള്ളേരെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരണം. ഒരു കോളേജും ഇല്ല. ഇപ്പൊ തലവരിപ്പണം മേടിക്കാനില്ല. ഇപ്പൊ പൈസ അങ്ങോട്ട് കൊടുത്താണ് പിള്ളേരെ കൊണ്ടുവരുന്നത്. പൈസ അങ്ങോട്ട് കൊടുത്ത് ലാസ്റ്റ് ഓപ്ഷൻ ഇല്ലല്ല. ഞാൻ പറയുന്നത് തന്നെയാണ് പറയുന്നത്. തലവരിപ്പണം എന്ന് പറഞ്ഞാൽ പറയാമോ എത്ര ഭംഗിയായി വാഴൂർ വിദ്യാധിരാജയുടെ പേരിലുള്ള കോളേജ്, എത്ര കുട്ടികളുണ്ട്. തലവരിപ്പണം നേരത്തെ എനിക്ക് സ്പഷ്ടമായിട്ടറിയാം, ഞാൻ തെളിവ് തരാം. കുറെ വർഷങ്ങൾക്ക് മുമ്പ് അഡ്മിഷന് തലവരി ഉണ്ടായിരുന്നു. ഇപ്പോൾ തലവര മാറി. കാര്യം അവിടെയുള്ള സ്റ്റാഫിനെ അപ്പോയിന്റ് ചെയ്യണമെങ്കിൽ തലവരി മേടിക്കാതെ തന്നെ ഇങ്ങോട്ട് വിളിക്കണം. പിള്ളേരില്ലെങ്കിൽ അടച്ചുപൂട്ടും. ഒന്ന് അതാണ് തലവരി. രണ്ടാമത് സ്റ്റാഫ് അപ്പോയിന്റ്മെന്റിന് ഞാൻ വെല്ലുവിളിക്കുക. ഇഫ് യു ആർ എ നായർ, ഒരു പൈസ കൊടുക്കാതെ, താങ്കൾ ഉൾപ്പെടെ ഒരാളെങ്കിലും പൈസ കൊടുക്കാതെ കയറിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ പറയുന്ന പണി ചെയ്തു തരാം. രണ്ടാമത് ഹരിസാറെ മനസ്സുകൊണ്ട് ഇത് തന്നെയാണ്. 22 ഡയറക്ടർ ബോർഡ് മെമ്പർമാരിലുണ്ടല്ലോ, ഒരു 11-12 പേരും ഇപ്പം മിണ്ടാതിരിക്കുക. ഒരു വിസ്ഫോടനം പ്രതീക്ഷിക്കാം. 12-13 പേര്. അതാരും പറയത്തില്ല. കാര്യം ഹരികുമാർ കോയിക്കൽ മരിക്കുന്നത് വരെ, മരിച്ചു കഴിഞ്ഞ് സഞ്ചയനത്തിന് പോയെന്ന് പറഞ്ഞാണ്. സഞ്ചയനത്തിന് പോയിട്ടില്ല. ഒന്ന് മനസ്സിലാക്കേ. താങ്കൾ തിരുവനന്തപുരത്ത് ഇരിക്കുന്നതുകൊണ്ട് ചങ്ങനാശ്ശേരിയിലൊന്നും അറിയത്തില്ല. അദ്ദേഹം ഇന്ന് പറഞ്ഞത് വളരെ സ്പഷ്ടമാണ്. കേരള മക്കൾ എന്ന് മുതലായത്. ഈ കേരളം എന്ന് പറയുന്ന കൂപമണ്ഡൂകമായിട്ടുള്ള ജനറൽ സെക്രട്ടറിക്ക് പെരുന്ന മാത്രമാണ് കേരളം. അവിടെ മാത്രമാണ് ബിൽഡിംഗ് പണിയുന്നത്. വളരെ പുരാതനമായിട്ടുള്ള നായർ സർവീസ് സൊസൈറ്റിയുടെ മെയിൻ ആയിട്ടുള്ള ബിൽഡിങ്ങിന്റെ ഫ്രണ്ടിൽ പുതിയ കോൺക്രീറ്റ് മന്ദിരം ഇപ്പൊ പണിയുവാണ്. GV ഹരിക്ക് അറിയുമോ? ഏറ്റവും വലിയ സമുന്നതമായിട്ടുള്ള ഓഡിറ്റോറിയം ഉണ്ടാക്കി. അതിന് എത്ര നിങ്ങൾ അതിന്റെ ഡയറക്ടർ ബോർഡ് ഉണ്ട്, അല്ലെങ്കിൽ പ്രതിനിധി സഭയുണ്ട്, പോയിട്ട് എന്തെങ്കിലും ഒന്ന് ചോദിച്ചിട്ടുണ്ടോ? അതിന്റെ കണക്ക് എത്ര ബുക്കിംഗ് ഉണ്ട്? ഏതെങ്കിലും ഒരു ദിവസം അവിടെ ബുക്കിംഗ് നടക്കുന്നുണ്ടോ? 2, കന്യാകുമാരിയിലെ സ്ഥലം വിറ്റെന്ന് ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞത് കൊണ്ടാണ് കന്യാകുമാരിയിലെ സ്ഥലം വിറ്റത്. ഡോക്യുമെന്റ് നിങ്ങളുടെ ജനറൽ സെക്രട്ടറി കള്ള ആധാരമല്ല, പവർ ഓഫ് അറ്റോർണി സംഗീത് കുമാറിന് കൊടുത്തു. അതുണ്ട്, ഡോക്യുമെന്റ് വിട്ടിട്ടുണ്ട്. ധൈര്യം ഉണ്ടെങ്കിൽ മറുപടി പറ. ഞങ്ങളുടെ ആരാധനായിട്ടുള്ള, നിങ്ങളുടെ വലിയ ആളായിട്ടുള്ള മാർപ്പാപ്പ ഒന്ന് പറഞ്ഞതാ. ഉണ്ടെങ്കിൽ ഞാൻ വെല്ലുവിളിക്കുക. കള്ളയാധാരം കൊള്ള. ഇത് കൂടുതൽ വല്ലതും പറയണോ? കോളേജുകൾ, സ്കൂളുകളുടെ അവസ്ഥ, എത്ര ബിൽഡിങ്ങുകളാണ് ഇടിഞ്ഞു പോകുന്നത്. തല കുനിച്ചാണ് പോകുന്നത്. MC റോഡ് കൂടെ തന്നെ പോകുന്നത്. തിരുവനന്തപുരത്തെ മറ്റുള്ള കോളേജുകളും MG കോളേജും ഒന്ന് കണ്ടിട്ടൊന്ന് കമ്പയർ ചെയ്തിട്ട് ഹരി ഒരു ആത്മാഭിമാനം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇരുന്നു വൈറ്റ് വാഷ് അടിക്കരുത്. എനിക്ക് മനസ്സിലായി. ശരിയാണ്, ജോലി NSSൽ ഉള്ളത് കൊണ്ട് തീർച്ചയായിട്ടും മുട്ടുമടക്കി തൊഴുത് നിന്നേ പറ്റുള്ളൂ. അത് മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ആ കൂടുതൽ കമന്റിൽ ദയവായിട്ട് തന്നെ അതിനകത്തോട്ട് വലിച്ചടക്കരുത്. അതുപോലെ പെരുന്നേ പോയി ആരും ഇരിക്കത്തില്ല എന്ന് പറഞ്ഞ് ശരിയാണ്. ഞാൻ പോയി ഇരിക്കും. ഞാൻ ഇരുന്നിട്ടുകൊണ്ട് ഇന്ന് വരെ ഇരുന്നിട്ടുള്ളൂ. നേരെ പോയി ഇരുന്നിട്ടേ ഉള്ളൂ. പക്ഷേ ഞാൻ ഇരിക്കുമ്പോഴും ഈ ഹരി ചിരിക്കുന്നു. ഡയറക്ടർ ബോർഡ് മെമ്പർമാര്, മറ്റുള്ളവര്, പ്രിൻസിപ്പൾമാർ വന്ന് കാലെ തൊട്ട് തൊഴുവാണ്. അതുകൊണ്ടായിരിക്കും ഗണേഷ് കുമാർ പറഞ്ഞത് എപ്പോഴും താഴോട്ട് നോക്കുന്ന എന്റെ കാലിൽ ആരെങ്കിലും തൊഴാൻ വരുന്നുണ്ടോ എന്ന്. പിന്നെ ഇദ്ദേഹം ജനറൽ സെക്രട്ടറി ആയത് പിന്നെ 40 വർഷം ഇങ്ങനെ ഇരിക്കുക എന്ന് പറഞ്ഞ എന്നാ അറിയാവോ? ഹരിക്കൊരു കാര്യം അറിയത്തില്ല. ഒരു ഫംഗ്ഷനും പെരുന്ന വിട്ട് പോകത്തില്ല. കാര്യം പോയാൽ ആ കസേര വേറെ വല്ലവരും കയറിയിരിക്കും. പോയിട്ടില്ല. പോകാൻ അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കരയോഗത്തിൽ ചെന്നാൽ നല്ല അടി കിട്ടും. അതും ഒരു പേടിയുണ്ട്. ഇല്ലാന്ന് പറയാവോ? ഞാൻ ഹരിയെ വെല്ലുവിളിക്കുന്നു. ഒരൊറ്റ ഇവിടെ നായർ സർവീസ് സൊസൈറ്റി 50 ലക്ഷം ഉള്ള ഒരു നായർ സർവീസ് സൊസൈറ്റിയിൽ ഒരു റഫറൻഡം നടത്തിയാൽ, നായന്മാരുടെ ഒപ്പീനിയൻ എടുത്താൽ 1 ലക്ഷം പേരെങ്കിലും ഈ സുകുമാരൻ നായരുടെ കൂടെ നിൽക്കുവോ എന്ന് തോന്നുന്നുണ്ടോ? 1 ലക്ഷം. 49 വിട്ടുകളെ ഞാൻ വെല്ലുവിളിക്കുവാണ്. നടക്കത്തില്ല. അവിടെ ഒരു സെറ്റപ്പ് ഞാൻ പറഞ്ഞില്ലേ, ഈ ബൈലോ ഭരണഘടന ഇന്ത്യൻ ഭരണഘടന അമെൻഡ് ചെയ്യുന്നത് പോലെ
അതായത് 4/3 ഭൂരിപക്ഷം വേണം. ഈ 4/3 ഭൂരിപക്ഷം ഉണ്ടാകുന്ന കുടുംബത്തു നിന്നാണ്. എന്നിട്ട് ഹരി ഒരു ഉത്തരം പറ, സ്വജനപക്ഷപാതം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനർത്ഥം തന്നെ കുടുംബാധിപത്യത്തിൽ എല്ലാവരും 42 പേർക്ക് ജോലി കൊടുത്തെന്ന് പറഞ്ഞ് ചലഞ്ച് ചെയ്തോ? ഇല്ല. അത് കേട്ടോണ്ടിരിക്കുവാണോ? പ്ലീസ്, താങ്കളൊരു അധ്യാപകനല്ലേ? അതിന് മറുപടിയാണോ ഒരു കുടുംബത്തിൽ നിന്ന്? എന്താ ഹരി ഇത്? പ്ലീസ്, എനിക്കറിയാം ഉള്ളുകൊണ്ട് വേദനിക്കുന്നുണ്ട്, പുറമെ പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് ആ ചർച്ച അവിടെ നിർത്താം. ഞാൻ ഒരു കാര്യം ഷാബുവിലേക്ക് കൂടി ഒന്ന് പോയിട്ട് വരാം. ഷാബുവിന് അവസരം അധികം കിട്ടിയില്ല. ഷാബു, കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.